നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മോള് അച്ഛനോട് ക്ഷമിക്കണം. ഇതൊന്നും അച്ഛൻ അറിയാത്ത കാര്യങ്ങളാ. ഇനി ആരും മോളെ അപമാനിക്കാൻ വേണ്ടി ഇങ്ങനെ വരില്ല. വിവാഹം കഴിഞ്ഞാല് കൂടുതൽ ആളുകളൊന്നും ചുറ്റും ഉണ്ടാവില്ല. വിവാഹം കഴിഞ്ഞ ഉടൻ ഇവനും ഭാര്യയും കാനഡയിലേക്ക് തിരിച്ചു പോകും. എന്താ പറഞ്ഞത്? അല്ല, കാർത്തികൻ അവിടെ വലിയ കമ്പനിയൊക്കെ ഉള്ള കാര്യം പറഞ്ഞല്ലോ. കാർത്തികൻ ഭാര്യ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോ അവർക്ക് പോയല്ലേ പറ്റൂ. ആർക്കു വേണ്ടിയ കല്യാണം ആലോചിക്കുന്നേ? അമ്മ മരിച്ചിട്ട് 5 വർഷമായി. ഞങ്ങൾ പോകുമ്പോ അച്ഛൻ തനിച്ചായി പോവില്ലേ? അതുകൊണ്ടാ അച്ഛനൊരു കൂട്ടിനെ കുറിച്ച് ചിന്തിച്ചത്. അച്ഛന് വേണ്ടിയോ? സുഭദ്രാമ്മ ഒന്നും പറഞ്ഞില്ലായിരുന്നോ? ഇവിടെയെല്ലാം പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. എന്താ അമ്മ ഇതൊക്കെ? അയ്യോ, സുഭദ്ര ഇങ്ങനൊന്നും എന്നോട് പറഞ്ഞിരുന്നില്ല. അല്ല, ഇനിയിപ്പൊ ഇവര് വന്നതല്ലേ, ഇതങ്ങ് നടത്താം. ക്ഷമിക്കണം, കാര്യങ്ങൾക്ക് എവിടെയോ ഒരു പെശക് പറ്റിയിരിക്കുന്നു. ഇങ്ങനൊരു ആലോചനയാണ് നിങ്ങൾ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഇങ്ങോട്ട് വരാൻ തന്നെ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. എന്റെ മോളെ ഇത്രയും പ്രായമുള്ള ഒരാൾക്ക് പിടിച്ചു കൊടുക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല. താനെന്ത് പണിയാണോ കാണിച്ചത്? വെറുതെ മനുഷ്യനെ കൊണ്ടുവന്ന് ഭാരം കിടത്താൻ. അല്ല, അതിപ്പോ ഞാനെന്ത് ചെയ്യാനാ? അനാഥ പെൺകുട്ടിയാണ്. പ്രത്യേകിച്ച് ചോദ്യം പറച്ചിലും ഒന്നും ഉണ്ടാവില്ലെന്നാണ് സുഭദ്രാമ്മ പറഞ്ഞത്. സുഭദ്രയോട് പറഞ്ഞേക്ക്, ഇങ്ങനൊരു ചതി ഞങ്ങളോട് ചെയ്യണ്ടായിരുന്നു. നിങ്ങൾ ഈ കാര്യത്തിൽ ഞങ്ങളെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യണ്ട. ഞാനൊരു തുറന്ന ചിന്താഗതിക്കാരനായതുകൊണ്ട് അച്ഛന് വേണ്ടി ഒരു ബന്ധം ആലോചിച്ചു എന്നേ ഉള്ളൂ. അതിപ്പോ നിങ്ങളുടെ മകൾ തന്നെ വേണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല. അച്ഛൻ വരും. താൻ അവിടെ നിൽക്കുക. ഒരു പയ്യനുമായിട്ട് താനൊരു വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് അവിടെയുള്ളവർ കാത്തിരിക്കുന്ന ഒരു സ്വപ്നത്തിന് വേണ്ടിയാ. അതിലല്പം മാന്യത കാണിച്ച് ശീലിക്കണം. കാരണം ഒരു പെൺകുട്ടിയെ വളർത്തിയ അച്ഛനമ്മമാർക്ക് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ടാവും. അത് തച്ചോടച്ച് ഇറങ്ങിപ്പോരുത് ഒരിടത്തു നിന്നും. എന്താ അമ്മ ഇതിലെ സത്യം? ഇതൊക്കെ അമ്മയ്ക്ക് അറിയായിരുന്നല്ലേ? ഒറ്റ രാത്രി കൊണ്ട് അമ്മയെല്ലാം തീരുമാനിച്ചു. വിവാഹം കഴിഞ്ഞ് മകനുള്ള ഒരാൾക്ക്, അതും ദേവേട്ടന്റെ പ്രായമുള്ള ഒരാൾക്ക് ഇവളെ കൈപിടിച്ച് കൊടുക്കണോ അല്ലേ? ഇവള് കിടന്നുറങ്ങുന്നത് നമ്മുടെ ഇടയിലല്ലേ അമ്മേ? ഇതിലും ഭേദം ഇവളെ കഴുത്ത് ഞെരിച്ച് കൊല്ലായിരുന്നില്ലേ? ഇപ്പൊ പ്രായവ്യത്യാസമുള്ള കല്യാണമൊക്കെ നാട്ടിൽ നടക്കാത്തൊന്നും അല്ലല്ലോ. നാട്ടിൽ നടക്കുന്നുണ്ടാവും, പക്ഷെ ഈ വീട്ടിലെ കാര്യ ഇപ്പോൾ സംസാരിക്കുന്നു. ഇനി മേലിൽ രാധിക മോളുടെ വിവാഹകാര്യത്തെ കുറിച്ച് അമ്മ ചിന്തിക്കാനേ പാടില്ല. യോഗ്യതയുള്ളൊരുത്തനെ കണ്ടുപിടിച്ച് എനിക്ക് നടത്താൻ അറിയാം ഇവളുടെ കല്യാണം. മനുഷ്യത്തില്ലായ്മ ആവാമേ, പക്ഷെ ഇത്രയ്ക്ക് ആയിക്കൂടാ. ജീവിതത്തിൽ ഇനി ഒരു അല്പകാലേ ശേഷിക്കുന്നുള്ളൂ.
മരിച്ചങ്ങ് ചെല്ലുമ്പോ മറ്റാരോട് കണക്ക് പറഞ്ഞില്ലെങ്കിലും ദൈവത്തോട് കണക്ക് പറയേണ്ടി വരും. എന്തൊരു ക്രൂരതയാ അമ്മയെ കാണിച്ചത്. അവളുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും? മോളെ, മോള് അച്ഛനോട് ക്ഷമിക്കണം. ഇതൊന്നും അച്ഛൻ അറിയാത്ത കാര്യങ്ങളാ. സാരമില്ല അച്ഛാ. ഇനി ആരും മോളെ അപമാനിക്കാൻ വേണ്ടി ഇങ്ങനെ വരില്ല. അച്ഛൻ നോക്കിക്കോളല്ല. നിനക്ക് യോജിച്ചൊരാൾ അച്ഛൻ കണ്ടെത്തും. എനിക്ക് അയാളുടെ കൂടെ ജീവിക്കാൻ തൃപ്തിയാണെന്ന് നീ പറയാതെ അച്ഛനത് നടത്തില്ലേ? നമ്മുടെ ഗുഡ് മോർണിംഗ് അമ്മേ. ആ മോളിതെടുത്ത് അച്ഛനും സൂര്യക്കും കൊണ്ട് കൊടുക്ക. അതെന്താ അമ്മേ, കുറച്ച് ദിവസമായിട്ട് അച്ഛന് ചായ കൊണ്ട് കൊടുക്കുന്നത് അമ്മയുടെ ഇളയ മരുമോളുടെ ജോലിയായിരുന്നല്ലോ. ഇന്നെന്താ അവള് എഴുന്നേറ്റില്ലേ? അതെ, പ്രിയങ്ക മോൾ ഉറങ്ങാൻ താമസിച്ചു എന്നാ തോന്നുന്നേ. അല്ലെങ്കിൽ അടുക്കളയിലേക്ക് നേരത്തെ എത്തുന്നതല്ലേ? അതൊന്നുമില്ല. കല്യാണത്തിന്റെ പിറ്റേ ദിവസം നേരെ അടുക്കളയിലേക്ക് വന്നപ്പോ ഞാൻ അമ്മയോട് എന്താ പറഞ്ഞേ? ഇതൊക്കെ കുറച്ച് ദിവസത്തേക്കേ കാണൂ, അത് കഴിഞ്ഞ പൊടിയിട്ട് നോക്കിയാ പോലും അവൾ ഇവിടെ കാണില്ലെന്നല്ലേ. അത് തുടങ്ങി, അത്രേ ഉള്ളൂ. എന്തിനാ മോളെ വെറുതെ ഇങ്ങനൊക്കെ സംസാരിക്കുന്നേ? ചിലപ്പോ ആ കുട്ടിക്ക് എന്തെങ്കിലും സുഖമില്ലാത്താണെങ്കിലോ? ആ വരും. പ്രിയങ്കയ്ക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ? ഇല്ല. എന്താ? ഓ, അപ്പോ നിങ്ങൾ തമ്മി തല്ലി വഴക്കിട്ട് കിടക്കുകയായിരിക്കും അല്ലേ? ഞങ്ങള് വഴക്കൊന്നും ഇട്ടിട്ടില്ല. അല്ല, എന്താ പ്രശ്നം? അയ്യോ ഇല്ലേ, കുറച്ചു ദിവസം വലിയ പ്രകടനമായിരുന്നല്ലോ. സംസ്കാരമുള്ള കുടുംബത്തിൽ ജനിച്ച കുട്ടി, ദേവനാരായണൻ തിരുമേനിയുടെ ശിക്ഷണത്തിൽ വളർന്ന കുട്ടി, ഹോ ഞാൻ അടക്കമുള്ളൊരു കണ്ടുപിടിക്കേണ്ട കുട്ടി. അല്ല, ആ കുട്ടിയെ ഇങ്ങോട്ട് കാണാത്തതുകൊണ്ട് ചോദിച്ചതാണേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.